ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണെങ്കിൽ കേരളത്തിൽ ഫുട്ബോളിന്റെ മെക്ക നമ്മുടെ സ്വന്തം മലപ്പുറമാണ്. കാൽപന്ത് കളിയെ ഒരു ലഹരിയായി സിരകളിൽ കൊണ്ടു നടക്കുന്ന മനുഷ്യരുടെ നാട്. അതാണ് മലപ്പുറം, സെവൻസ് ഫുട്ബോളിന്റെ സ്വന്തം പറുദീസ. അപ്പോൾ വേൾഡ് കപ്പ് പൂരത്തിന്റെ ആവേശത്തിലിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മലപ്പുറം കേരളത്തിന്റെ ഫുട്ബോൾ മെക്കയായത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് വിശദമായി അറിഞ്ഞാലോ? ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലം മുതൽ നീണ്ടു നിൽക്കുന്ന ഒരു ചരിത്രമാണ് മലപ്പുറത്തെ ഫുട്ബോളിനുള്ളത്. മലപ്പുറത്തിന് കാൽപന്ത് കളിയുടെ ലഹരി ആദ്യമായി സമ്മാനിക്കുന്നത് ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. അക്കാലത്ത് മലബാർ മേഖലയിലെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ മാർച്ച് പാസ്റ്റ് ഗ്രൗണ്ടായിരുന്ന കാവാത്ത് പറമ്പ് എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ കോട്ടപ്പടി മൈതാനത്ത് അക്കാലത്ത് ബ്രിട്ടീഷുകാർ ഒഴിവു സമയങ്ങളിൽ ഫുട്ബോൾ പരിശീലിക്കുന്നത് പതിവായിരുന്നു. ഈ കളി കണ്ടാണ് നാട്ടുകാർക്ക് ഈ കാൽപന്ത് കളിയിൽ ആവേശം ജനിക്കുന്നത്. ബ്രിട്ടീഷ് പട്ടാളക്കാരിൽ നിന്നും തന്നെയാണ് അവർ കാൽപന്ത് കളിയുടെ ആദ്യ പാഠങ്ങൾ പരിശീലിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു മുജ്ജന്മ ബന്ധം പോലെ കാൽപന്ത് കളി മലപ്പുറത്തെ ജനതയുടെ നിത്യജീവിതത്തിന്റെ തന്നെ ഭാഗമായി മാറി. മലപ്പുറത്തെ ജനങ്ങളുടെ ഫുട്ബോളിനോടുള്ള അഭിനിവേശം പ്രശസ്തരായ നിരവധി കായിക താരങ്ങളെ കേരളത്തിന് സമ്മാനിക്കുന്നതിനും കാരണമായിട്ടുണ്ട്. കൊളോണിയൽ ഭരണകാലത്ത് തന്നെ മലപ്പുറത്ത് നിന്നുമുള്ള ഇരുമ്പൻ മൊയ്തീൻ റോയൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ചേർന്ന് ഇന്ത്യയെയും പാകിസ്ഥാനെയും പ്രതിനിധീകരിച്ച ടീം ക്യാപ്റ്റനായിരുന്നു. മറ്റൊരാൾ സന്തോഷ് ട്രോഫിയിലും റെയിൽവേ ഫുട്ബോൾ ടീമിലും കളിച്ച ഇന്റർനാഷണൽ മൊയ്തീൻ കുട്ടിയാണ്. ഇദ്ദേഹം മ്യാൻമാറിനും റഷ്യയ്ക്കുമെതിരെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇവർ കൂടാതെ മലപ്പുറം അസീസ്, മുൻ സന്തോഷ് ട്രോഫി താരം MRC ചെക്കു, അലി അക്ബർ, ഗോൾ കീപ്പർ മഞ്ഞക്കണ്ഠൻ അബൂബക്കർ തുടങ്ങി യു ഷറഫലി, ആസിഫ് സഹീർ എന്നിങ്ങനെയുള്ള മറ്റ് നിരവധി പ്രശസ്ത താരങ്ങളും മലപ്പുറത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തുവാനായി കാൽപന്തുമായി സംസ്ഥാന ദേശീയ ടീമുകളിൽ എത്തിയിട്ടുണ്ട്. ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയങ്ങളും പുൽമൈതാനങ്ങളും എല്ലാം പ്രചാരത്തിലാവുന്നതിനും ഏറെ കാലങ്ങൾക്ക് മുൻപ് തന്നെ പാടത്തും പറമ്പിലും മണ്ണിലും ചെളിയിലുമെല്ലാം ഒരു പന്തിന് പുറകെ പാഞ്ഞിരുന്നവരായിരുന്നു മലപ്പുറത്തെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ. ചെറുതും വലുതുമായ നിരവധി ഫുട്ബോൾ ക്ലബ്ബുകൾ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. പ്രാദേശികമായി നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റുകളിലും 4 വർഷത്തിലൊരിക്കൽ വരുന്ന ലോകകപ്പുമാണ് മലപ്പുറത്തെ യഥാർത്ഥ ഉത്സവങ്ങൾ. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാം അടങ്ങിയ വലിയ ആൾക്കൂട്ടങ്ങൾ തന്നെ ഓരോ ഫുട്ബോൾ മത്സരങ്ങൾക്കും കാണികളായി ഉണ്ടാവുന്നത് ഒരുപക്ഷെ മലപ്പുറത്തെ മാത്രം ഒരു കാഴ്ചയാണ്. സാമ്പത്തിക സാമൂഹിക വ്യത്യാസങ്ങളില്ലാതെ ഫുട്ബോൾ ലഹരി അവരുടെ മനസ്സിലും ജീവിതത്തിലും നിറഞ്ഞു നിൽക്കുന്നു. മലപ്പുറത്തിന്റെ ഫുട്ബോൾ ഭ്രമത്തെ രാജ്യാന്തര ശ്രദ്ധയിലെത്തിക്കുന്നത് സെവൻസ് ഫുട്ബോളാണ്. കേരളത്തിൽ പ്രചാരത്തിലുള്ള അസോസിയേഷൻ ഫുട്ബോളിന്റെ ഒരു വ്യത്യസ്ത രൂപമാണ് സെവൻസ്. ഈ മത്സരത്തിൽ ഇരു ടീമിലും 7 കളിക്കാർ വീതമായിരിക്കും ഉണ്ടായിരിക്കുക. 1 മണിക്കൂറായിരിക്കും മത്സരം നടക്കുക. ഒരു യഥാർത്ഥ ഫുട്ബോൾ സ്റ്റേഡിയത്തേക്കാൾ ചെറിയ സ്റ്റേഡിയത്തിലോ മൈതാനത്തിലോ ആയിരിക്കും സെവൻസ് ഫുട്ബോൾ മത്സരം നടക്കുന്നത്. സെവൻസ് ഫുട്ബോളിലെ റഫറിംഗ് സാധാരണ ഫുട്ബോളിലെ പോലെ അത്ര കർശനമല്ല. എന്നാൽ മത്സരങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമതയും ശാരീരിക ശേഷിയും ആവശ്യമാണ്. സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ മലപ്പുറത്തിന്റെ ഒരു ആഘോഷമാണ്. ഈ മത്സരങ്ങൾക്കായി കേരളത്തിൽ നിന്നുള്ള ഫുട്ബോൾ താരങ്ങൾ കൂടാതെ ഉത്തരേന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമെല്ലാം കളിക്കാരെ ഓരോ ടീമുകളും ഇറക്കുമതി ചെയ്യാറുമുണ്ട്. സാധാരണ രീതിയിൽ നവംബർ മുതൽ മെയ് വരെയുള്ള കാലയളവിലാണ് സെവൻസ് ടൂർണമെന്റുകൾ മലപ്പുറത്ത് നടക്കുന്നത്. അനുകൂല കാലാവസ്ഥയുള്ള സമയമായതിനാലാണ് ഈ കാലം മത്സരങ്ങൾക്കായി തെരഞ്ഞെടുക്കുന്നത്. IM വിജയൻ, അനസ് എടത്തൊടിക തുടങ്ങിയ ഇന്ത്യൻ അന്താരാഷ്ട്ര താരങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള നിരവധി ഫുട്ബോൾ താരങ്ങൾ സെവൻസ് ടൂർണമെന്റുകളിലെ തങ്ങളുടെ അനുഭവങ്ങൾ തങ്ങളുടെ ഫുട്ബോൾ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും സ്പോർട്സിനോടുള്ള അഭിനിവേശം വളർത്തിയെടുക്കുന്നതിനും സഹായിച്ചതായി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പല ടീമുകൾക്കുമായി നിരവധി വിദേശ ഫുട്ബോൾ താരങ്ങളാണ് ഈ കാലഘട്ടത്തിൽ മലപ്പുറത്തേക്ക് എത്തുന്നത്. പൊതുവെ എല്ലാ കാലത്തും പല വിധത്തിലുള്ള ഫുട്ബോൾ മത്സരങ്ങളുടെ ഒരു അന്തരീക്ഷമുള്ള മലപ്പുറത്ത് ലോകകപ്പ് കൂടിയെത്തുമ്പോൾ ആവേശം വാനോളം ഉയരുകയാണ്. ചെറിയ റോഡുകൾ മുതൽ വലിയ തെരുവുകൾ വരെ അർജന്റീനയുടെയും ബ്രസീലിന്റെയും ജർമ്മനിയുടെയും പോർച്ചുഗലിന്റെയും തുടങ്ങി പല ടീമുകളുടെ പതാകകളും തോരണങ്ങളും കൊണ്ട് നിറയുന്ന കാലം കൂടിയാണ് ലോകകപ്പ് കാലം. ഇഷ്ടതാരങ്ങളുടെ കൂറ്റൻ കട്ടൗട്ടുകളും ബാനറുകളും എല്ലാം കൊണ്ട് ഓരോ ടീമിന്റെയും ആരാധകർ തങ്ങൾക്കാവുന്ന രീതിയിൽ ആഘോഷങ്ങൾ പൊലിപ്പിക്കാറുമുണ്ട്. ലോകകപ്പ് കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും മലപ്പുറത്തെ വൈകുന്നേരങ്ങളിൽ ഓരോ ചെറിയ മൈതാനങ്ങളിൽ പോലും കുട്ടികൾ മുതൽ വലിയവർ വരെയുള്ള സംഘങ്ങൾ ഇഷ്ട ടീമുകളുടെയും അന്താരാഷ്ട്ര ക്ലബ്ബുകളുടെയും എല്ലാം ജേഴ്സികൾ ധരിച്ചുകൊണ്ട് കാൽപന്തുകൾക്ക് പുറകെ പായുന്നതിന്റെ ആരവങ്ങൾ ശരിക്കും കൗതുകകരമാണ്.